എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കുറച്ച് കാലഘട്ടം എന്ന് പറയുന്നത് ആ ഒരു ത്രീ മന്ത്സ് ഒരു 4 months എന്തായാലും നമുക്ക് സബ്ജക്ട് ഗ്രാസ്പ് ചെയ്യാനായിട്ട് എടുക്കും. ആ സമയത്ത് നമുക്ക് മിസ്റ്റേക്സ് വരും, അത് സ്വാഭാവികമാണ്. അപ്പൊ അതിനെ ഞാൻ ആ രീതിയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് എന്തായാലും വരും, കാരണം മിസ്റ്റേക്സ് വന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ മാക്സിമം മിസ്റ്റേക്ക് വരുത്തുക, അത് എക്സാമിലേക്ക് പോകുമ്പോൾ കുറഞ്ഞു വരിക. തുടക്കത്തിൽ മാക്സിമം മിസ്റ്റേക്ക് വരുത്തുക, അതിന്റെ എണ്ണം കുറച്ചുകൊണ്ട് വരിക. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒരിക്കൽ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടായിരുന്നു. അത് ഇതേപോലെ മിസ്റ്റേക്സ് ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ആ സബ്ജക്ട് മിസ്റ്റേക്സ്, അപ്പം ആ ഫോട്ടോ എല്ലാം എടുത്ത് വെച്ച് അതും ഈ റിവിഷനിൽ തന്നെ ഉൾപ്പെടുത്തി. ഞാൻ എന്റെ ഒരു പഠന രീതി എന്ന് പറയുന്നത് കുറച്ച് ഒരു ഭ്രാന്തമായ രീതി എന്ന് ഞാൻ പറയാം. കാര്യം വീട്ടില് ഞാൻ ആ റൂമിലാണ്. ആ റൂമിൽ കയറി കഴിഞ്ഞാൽ മൊത്തം കാണുന്ന ഈ പറഞ്ഞ ഇക്വേഷൻസും ഇതിന്റെ ചാർട്ട്സും കാര്യങ്ങളും എനിക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എല്ലാം കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാമിന് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും എന്റെ കയ്യിൽ വേണം എന്നുള്ളൊരു, ഞാൻ തുടക്കത്തിൽ സ്കോറിന്റെ ക്ലാസ് എടുക്കാൻ തന്നെ കാര്യം അതാണ്. കാരണം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കിട്ടി. ഇനി എനിക്ക് അടുത്ത അക്വയർ ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ്, ക്വാളിറ്റിയുള്ള അതർ റിസോഴ്സസ് പറയുമ്പോൾ ഈ പറഞ്ഞ ഇക്വേഷൻസിന്റെ ചാർട്ടുകൾ, അതൊക്കെ ഞാൻ നെറ്റിൽ ഒരുപാട് ഡൗൺലോഡ് ചെയ്ത് വളരെ സിംപ്ലിഫൈ ചെയ്ത ഇക്വേഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ മാസം പിടിക്കാത്ത കുറച്ച്. പിന്നെ അതുപോലെ സ്കോർ കാർഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇതിനകത്തുള്ള അതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പ്രിന്റ് ഔട്ട് ചെയ്ത് അത് ഫെറ്റിയിലൂടെ ഒട്ടിച്ച് വെക്കുന്ന അങ്ങനത്തെ കുറച്ച് സ്ട്രാറ്റജികൾ നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരിക്കലും മടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല. എല്ലാം വേണം, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം വേണം. പക്ഷെ ഒരു ലിമിറ്റ്, നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തുക നമ്മുടെ മാക്സിമം ടൈം ഇതിനകത്തേക്ക് ഇടാൻ പറ്റുന്നുണ്ട്. മടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഉള്ള ചില സ്ട്രാറ്റജികൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്നെ പോലെ ആവറേജ് ആയിട്ടുള്ള ഒരുപാട് പേര് ഈ പുറത്ത് നിൽക്കുന്നുണ്ട്, ഒരു വലിയൊരു ആൾക്കൂട്ടം അവർ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അവർക്ക് ഒരിക്കലും നിങ്ങൾ പിന്നോട്ട് നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഏത് റാങ്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ റാങ്കിൽ ഈസിലി എത്തിപ്പെടാവുന്ന കാര്യമുള്ളൂ, അല്ലെ കാര്യമൊന്നുമല്ല. നിങ്ങൾ എഫോർട്ട് ഇടുക, ആ വെള്ളം കലർത്താതെ ആ ഒരു കാര്യത്തിൽ എഫോർട്ട് ഇട്ട് നിങ്ങളെ ഗോള് കറക്റ്റ് പ്രിസൈസ് ആയിരിക്കുക. അവിടെ തന്നെ നിങ്ങൾ പിൻ പോയിന്റ് ആയിട്ട് നിങ്ങൾ അവിടെ ക്ലോസ് ചെയ്യാന്നുള്ള, ആ ഗോൾ അച്ചീവ് ചെയ്യാന്നുള്ളതാണ്.